ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന് പരാതി. നിലവിൽ ഒരാഴ്ചയിലേറെയായി ഇവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല. കുടിവെള്ളത്തിന് മറ്റു മാർഗമില്ലാതായതോടെ വില കൊടുത്ത് പുറത്തുനിന്ന് വെള്ളം വാങ്ങേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ള ആളുകൾക്ക്. വേനൽ കടുത്തതോടെ കുടിവെള്ള പ്രതിസന്ധിയും ഉടലെടുത്തു കഴിഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തെയാണ് ഭൂരിഭാഗം ആളുകളും ഏലപ്പാറയിലെ തോട്ടം മേഖലയിൽ ആശ്രയിക്കുന്നത്. എന്നാൽ ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം ലഭിക്കുന്നില്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നത്. കഴിഞ്ഞ നാളിൽ പഴയ പമ്പ് ഓപ്പറേറ്റർ മാറി പുതിയ ആള് ചാർജ് ചെയ്തതിനു ശേഷം കുടിവെള്ളം ഇവിടെ സ്ഥിരമായി ലഭിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മാർക്കറ്റ് റോഡിൽ നിന്നാണ് നമ്മൾ ഈ പരാതിപ്പെടുന്നത്. കുടിവെള്ളം കിട്ടിയിട്ട് ആഴ്ചയിൽ ഒന്നും പോലും വരുന്നില്ല. കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേടാണ്. കാശ് കൊടുത്ത് മേടിക്കണമെങ്കിൽ എത്ര രൂപ, ഒരു ടാങ്കർ എടുക്കണമെങ്കിൽ 2000 രൂപ ഇടയ്ക്കാണ് വണ്ടിക്കൂലി 2000 രൂപ ആവും. ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ മേടിച്ച് പാവപ്പെട്ട ജനങ്ങളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വെള്ളം ഇല്ലാതെ പറ്റുമോ? അതുകൊണ്ട് ഒരാഴ്ചയായി കുടിവെള്ളം ലഭിക്കാതായതോടെ പുറത്തുനിന്ന് വില നൽകി കുടിവെള്ളം വാങ്ങുകയാണ് ഇവിടുത്തെ ആളുകൾ. വിഷയം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും കാര്യക്ഷമമായി ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതിയും ശക്തമാണ്. നേരത്തെ ഇരുന്ന ആള് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ പുതിയ ആള് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഒരാഴ്ചയായിട്ട് വെള്ളമേ ഇല്ല. വാട്ടർ അതോറിറ്റി വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അത് ഇപ്പൊ ശരിയാകും പറയുന്ന അല്ലാതെ ഇതുവരെയായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. ഇതുകൂടാതെ എല്ലാ ദിവസവും കൃത്യമായി കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെന്നും ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളതാണ്. വെള്ളം കൃത്യമായി ലഭിക്കാതായത് ഇവർക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ മേഖലയിൽ കുടിവെള്ളം സ്ഥിരമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.